എല്ലാ കൂട്ടുകാർക്കും അച്ചൂസ് ഫ്ലേവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇഞ്ചി പച്ചടി അല്ലെങ്കിൽ ഇഞ്ചി തൈരിൻ്റെ റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി തൈരിലേക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല കട്ടിയുള്ള കുറച്ച് അത്യാവശ്യം പുളിയുള്ള തൈര് വേണം. അതെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന ഒരു തണ്ട് കറിവേപ്പില, 3-4 പച്ചമുളക്, 2-3 വറ്റൽമുളക്, പിന്നെ ഒരു 4 ചെറിയുള്ളി. ഇതൊന്ന് വട്ടത്തിൽ പച്ചമുളകും ഉള്ളിയും ചെറിയുള്ളിയും ഒന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കണം. പിന്നെ എടുത്തേക്കുന്നത് 50 ഗ്രാം ഇഞ്ചിയാണ്. ഒരു 2 കഷ്ണത്തോളം ഉണ്ടാവും. അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. മിക്സിയിലൊന്നും ക്രഷ് ചെയ്തെടുക്കരുത്. നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ കുറച്ച് കടുകും. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം ഇഞ്ചിയിലേക്കൊക്കെ ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ഏറ്റവും അവസാനം മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് ഇനി 1 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ഇളക്കാം. അപ്പോഴേക്കും ഇത് റെഡിയാവും. ഇപ്പോൾ ഇഞ്ചിയുടെ പച്ചമണം എല്ലാം മാറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തൈരിലേക്ക് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈ ഇഞ്ചിയും ഈ ഇതെല്ലാം കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കുക. ഉപ്പ് ഇപ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചി പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.